ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ അർജുൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചെറിയൊരു പണിയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 26ാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ 26 ഗിഫ്റ്റ് കൊടുക്കാനാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനും ഷീൽ ചേച്ചിയും കൂടെ അതിൻ്റെ ഓട്ടത്തിലാണ്. ഫുൾ ഷോപ്പിംഗ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞങ്ങൾ ഒരു ലിസ്റ്റ് ഇട്ടിട്ടാണ് മേടിക്കാൻ പോകുന്നത്. കാരണം ഒരിക്കലും ഇത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല 26 ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത്. ഹേയ് ഗായ്സ്, നമ്മളപ്പോ ഇന്ന് അർജുന്റെ ബർത്ത്ഡേയുടെ പ്രിപ്പറേഷനിലാണ്. മൈക്കോണല്ലേ, പ്രിപ്പറേഷനിലാണ്. കൂടെ ഷിൽജേച്ചി ഉണ്ട്, ആന്റി ഉണ്ട്, ദിലീപേട്ടൻ ഉണ്ട്, ഇനിയും കുറെ പേരൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പൊ അവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ 26 ബർത്ത്ഡേ ആയതുകൊണ്ട് 26 ഗിഫ്റ്റ് കൊടുക്കാന്നാണ് വിചാരിച്ചേക്കുന്നത്. കുറെയൊക്കെ അവന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ആയിരിക്കും കിട്ടാന്ന്. പക്ഷെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കാന്ന് വിചാരിച്ചേക്കുന്നത്. പിന്നെ ഷിൽജേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിപ്പോ 26ാമത്തെ ബർത്ത്ഡേ ആണ് അർജുന്റെ. അപ്പൊ എന്താണ് എനിക്ക് അർജുനെ കുറിച്ച് പറയാനുള്ളത്? അവൻ എങ്ങനെയാണ്? അർജുൻ ഒരു നല്ല കുട്ടിയാണ്. അതെ. വളരെ ഒരു പ്രാധാന്യമുണ്ട്. പോരെ. ഓക്കെ, ഇനി ഷിൽജേച്ചി കൊടുത്തേ. ഷിൽജേച്ചി പഠിക്കും എന്താ പറയണ്ടേ? അർജുന് അർജുന് വയസ്സായി, 26 വയസ്സായി. പിന്നെന്താ, നല്ലൊരു കുട്ടിയാണ്, നല്ലൊരു വ്യക്തിത്വമാണ്. അതില്ലേ, പിന്നെന്താ പറയാ, അവനെ പറ്റി ഇപ്പൊ എന്താ പറയാ, എന്താ പറയാ അവനെ പറ്റി? നല്ലൊരു കുട്ടിയാ. കുട്ടി ഇപ്പൊ പറ്റിക്കപ്പെടുകയാണ്. തുരുതുരാ മെസ്സേജ് അയക്കുന്നു. എവിടെയാണെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ സംഭവം നമ്മളൊക്കെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഞാനിത് ജ്യൂസ് ആയിട്ട് നിൽക്കുന്നു. ഇനി ദിലീപേട്ടൻ എന്താ പറയാനുള്ളത്? അർജുനന്നേ ഇന്ന് രാത്രി 12 മണിക്ക്, അതായത് വെളുപ്പിന് 26 വയസ്സ് തികയ. അപ്പൊ എന്താ പറയാ, ഞങ്ങളിവിടെ ഗിഫ്റ്റ് പൊതിഞ്ഞോണ്ടിരിക്കുകയാണ് ചെക്കന് വേണ്ടി. ചെക്കന് കൊറേ എന്തൊക്കെയൊക്കെയോ മനസ്സില് ഗിഫ്റ്റിനെ കുറിച്ച് അർജുന അർജുനായിട്ട് ഞാനേ 9 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഉള്ളത്. ചെക്കൻ്റെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം അറിയാം. അതുപോലെ തന്നെ എന്റെ എല്ലാ അത്യാവശ്യ കാര്യങ്ങളും അവനും അറിയാം. അപ്പൊ എന്താ പറയാ, അതന്നെ. ചെക്ക അടിപൊളിയാണ്. 26 വയസ്സായി ചെക്കന്. എന്താ പറയാ, അവന്റെ ക്യാരക്ടർ അടിപൊളിയാണ്. അവന്റെ ക്യാരക്ടർ അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് എന്റെ അത്ര ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഇപ്പൊ നമ്മള് 16ാം തീയതി ആണ് അവന്റെ ബർത്ത്ഡേ. പക്ഷെ നമ്മള് 15ാം തീയതി ആണ് ഈ ഫുൾ പ്രിപ്പറേഷൻ. നമ്മൾ കുറച്ച് നാളായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് കേട്ടാ. പറഞ്ഞോട്ടോ. ഇനിയിപ്പോ എന്താ ആന്റി? കുറച്ച് നാളായിട്ടുള്ള പ്ലാനിങ് ആണ്. നമ്മൾ അവനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം കുറെയൊക്കെ ഒരു മനസ്സിലായിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും മെസ്സേജ് കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയാണ് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അവന് മനസ്സിലാവുന്ന ഞങ്ങൾ വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളെ പ്ലാൻ ഫ്ലോപ്പ് ആയതാണ്. ഈ പ്രാവശ്യത്തെ ഫ്ലോപ്പ് ആയില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നിട്ട് പറയാ, അവനെ കുറിച്ച് ഇപ്പൊ എനിക്ക് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത്ര നല്ല കുട്ടിയൊന്നല്ല. നല്ല കുട്ടിയാണ്. എന്നിട്ട് പറയാ, പ്രത്യേകിച്ച് പറയാനൊന്നും കിട്ടുന്നില്ലല്ലോ അവനെ കുറിച്ച്. അതെ, സംഭവം എല്ലാവർക്കും ഇവനെ കാര്യന്നൊക്കെയാണ് പറയണത്. പക്ഷെ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞെന്റെ ദിലീപേട്ടാ എന്തെങ്കിലുമൊക്കെ. നമ്മൾ വിചാരിക്കേണ്ടത് മെയിൻ ഗിഫ്റ്റ്സ് ഈ യെല്ലോ കളറിലെ പൊതിയാനും ബാക്കി വേറെ കളറിൽ പൊതിയാനാണ് കേട്ടോ. ബാക്കി ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നോക്കിയാലോ, ഒട്ടി ചോക്കോബായി തൊട്ട് മുട്ട, ഒരു മാസത്തേക്കുള്ള അവന്റെ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട്. പാവം ഷിൽജേച്ചി അവിടെ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഞാനും ഹെൽപ്പ് ചെയ്യട്ടെ. ദിലീപേട്ടൻ അവിടെ വെറുതെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സഹായിക്കാൻ നോക്ക്.
ഇതാ അതിന്റെ മറ്റേ ഇതിലുണ്ടായതാടാ. പോയി അവൻ വരില്ലേ നീ ഏതു? ആ ഇത് ചേട്ടനല്ലേ കൊണ്ടുവരുന്നത്. കണ്ണ് കെട്ടിയിട്ട് അവരങ്ങനെ ഒരാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ബുദ്ധി. ഇത്ര വലിയ ബുദ്ധി. ചേട്ടൊന്ന് മൈക്ക് എടുക്കോ? Happy birthday to you. Happy birthday to you. Happy birthday to you. Thank you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to Oh God! You again? വീണ്ടും നിങ്ങളോ? ഓരോ ഗിഫ്റ്റ് എടുത്ത് കുറച്ച് നോക്കാം. എനിക്ക് വീഡിയോ കൊടുക്കണം. അത് കിട്ടോ വീഡിയോ എടി ആ സാധനം മറന്നിരിക്കുക. ഇങ്ങനെ എടുക്കണ്ടതുകൊണ്ട് അതല്ല ഇത് ഇനി ഒരാൾ എടുത്താൽ മതി. ഇവനെ ഇനി എടുക്കണത് ജിതിയുടെ എന്റെ വീഡിയോ എടുക്കില്ല. എടുത്തോ. ആ ഓരോന്ന് പഠിച്ചോ. ഞാൻ ഇങ്ങോട്ട് വെച്ച് പൊട്ടിക്കല. ഒന്ന് ഞങ്ങൾ കാണാം. ഓ അങ്ങനെ ലൈറ്റ് അടിക്കില്ല ഭയങ്കര. നീ ഇങ്ങോട്ട് നോക്കണ്ട. അതെന്റെ പാക്കിങ്. അതെന്റെ പാക്കിങ്. നമ്മുടെ സഞ്ചി എടുത്തില്ല നമ്മള്. സഞ്ചി ഇല്ല അവിടെയൊന്നും. അതല്ല സഞ്ചിയിൽ ഇതൊക്കെ ഇടാനായിട്ട്. ഇത് രണ്ടാമത്തെ ടർജു. രണ്ടാമത്തെ ഇതിപ്പോ 26 ലൈസൻസ് ആ പിന്നെ അവിടെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാക്കല. നീ അവിടെ വന്ന് വെള്ളം കുടിച്ചാണ്. പൊളിക്ക് ഓരോന്ന് 3 ഗിഫ്റ്റ്. മാഗി നിനക്ക് തിന്നാനില്ല. അതെ ഇനി 1 മാസത്തേക്കുള്ളത്. അത് നോക്കിക്കോ. നോക്കട്ടെ അതെടുക്ക്. അത് ഞാൻ അങ്ങ് പാക്ക് ചെയ്തതാ. പതുക്കെ പൊട്ടിക്കട്ടാ. പതുക്കെ പൊട്ടിക്ക്. കയറ് മോന്തക്ക് ഇരിക്കണ സാധനമായിരിക്കുമല്ലോ. ഇറങ്ങി നിക്കോ. അത്ര നമുക്ക് വേണ്ട മെയിൻ ജിമ്മാർക്കുള്ളത്. ബ്രെഡ് മേടിക്കുക, ചപ്പാത്തി മേടിക്കുക, മുട്ട കറി ഉണ്ടാക്കി കഴിക്കുക. നിനക്ക് ഇഷ്ടമൊക്കെ പൊട്ടിച്ചോ? അതല്ല പറഞ്ഞ 26 എണ്ണുണ്ടെന്ന്. പ്രശ്നം വേണ്ട.
നിലത്ത് വിടരുത്. ഇതാണോ അതും എവിടെ വെക്കാലോ എവിടെ അതെ അതെ. ആമസോണിന്റെ പ്രൊഡക്റ്റ് ആണ് അത്. ടിക്സ് എനിക്കല്ലാട്ടാ കണ്ണിനടിക്കും ഞാൻ. അപ്പോഴേക്ക് ടിക്സ് ആണ് എന്തിനാ പറയാ? ടിക്സ് കണ്ടോ പൊളിച്ചിട്ട് കണ്ടിട്ടാ ആ പൊളിച്ച് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല 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 അതല്ല സ്മൈൽ 3 അല്ല. അതുകൊണ്ടാ മുട്ട പൊട്ടിട്ടാ നമ്മുടെ കേക്കിന്റെ കവർ കേക്കിന്റെ കവർ കളയല്ല ശരിക്കും അത് ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ എങ്ങനെ ഇത് വിളിക്കാ? അതാണ് അവള് കളയല്ലേ കളയല്ലേന്ന് പറഞ്ഞല്ലേ. മുനിസിപ്പാലിറ്റി അച്ഛനെ കൊടുക്കണം. അതന്നെ നീ സോപ്പ് നീ എണ്ണില്ലല്ലോ പന്നി മോനെ. ആ കേക്ക് എടുത്ത് വെച്ചോ, കേക്ക് എടുത്ത് വെച്ചോ. അത് പെൻസിൽ ബോക്സ് സ്കൂളിൽ പോകുമ്പോ കേക്കിന്റെ ചേച്ചി അമ്മയ്ക്ക് അനിയത്തിക്കും അതും കൊണ്ടുപോകണം. നീ പല്ലേക്കാനായിട്ട് പല്ലാക്കില്ല കുളിക്കില്ല. അത് നീ മാത്രം. നീ അല്ല വീട്ടിലെ പേസ്റ്റ് പോലും കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അതവനറിയാം കുറച്ച് ബിഗിയെന്ന്. അപ്പൊ അത് നമ്മള് അവനറിയാം. അണ്ണാജി എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? അടിപൊളി സൂപ്പർ അവിടെ നോക്കിട്ട് പറയാം. സൂപ്പർ അത് നോക്കിയാ അന്തരത് ആ ബോക്സ് നോക്കില്ല? ഏത് ബോക്സ്? ഇതിപ്പോ പൊളിച്ചത്. അത് മറ്റേ ഹൈഡ് ആൻഡ് സീക്ക്. ഇതൊക്കെ പൊളിച്ചോ? അത് പടിയില്ല. ചെറുതാദ്യം പൊട്ടിക്കാം. അതെ വലുതില് വലുതായിരിക്കുന്നു. അത് പറയാൻ പറ്റില്ല. അത് ലാസ്റ്റ് ഇടാം. എത്ര ചായങ്ങളെ കുടിച്ചു? ചായല മാറ്റിയതുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ മതിയറ ഓരോന്നോരോന്ന് കാണിച്ചു. അതൊന്നും പറ്റില്ല, എല്ലാം എടുക്കണം. നല്ല സെൽഫി സ്റ്റിക്കാ. ഞാൻ നോക്കുന്നില്ല. ചിലപ്പോ നീ എനിക്ക് പിടിച്ചു തന്നിട്ട് ബ്യൂട്ടി ആണോടാ. എന്തോ ഒരു മറ്റേ ഫ്യൂസ് ഇഷ്ടമുള്ളതാണ് അല്ലേ? ഇത് ബെസ്റ്റ് സാധനം. ഇത് പാക്ക് ചെയ്തവനെ സമ്മതിക്കണം. ആരെ പാക്ക് ചെയ്ത്? അടിപൊളി കേട്ടോ. ഷെയിം സെറ്റാ. താടിയിലുണ്ട് ഷെയിം. പിന്നെ ഷൂ നിന്റെ ക്രോക്സ് ഒക്കെ ഷൂ ഉണ്ട്. അടിപൊളി. അതെ അതെ ആട്ടമാവ് കൊല്ലത്തുള്ള റേഷൻ മൊത്തം ഉണ്ട്. അതല്ലേ പറഞ്ഞത് ഇവിടെ പട്ടിണിയെന്ന് പറയരുത്. അല്ല മല കമ്പട്ട് ഞാൻ മേടിച്ചേ ഫുൾ എക്സ്പയറി ഡേറ്റ് അല്ലൂറിന്റെ തുറന്നോക്ക്. എന്നാ തുറക്കത്. ഷുഗർ കട്ടാന്നല്ല ഞാൻ ഗോതമ്പൊടി ഇതാ ചൂടുണ്ട് ചൂടുണ്ട്.
പാക്കേജ് കറക്റ്റ് പിടിച്ചിട്ടാ ഇതാരെ പാക്ക് ഐ ചപ്പാത്തിയാണോ എത്രണ്ണായിടി ആയിരുന്നു ഇതെന്തോ ബിഗ് ആണല്ലോ അർജുന. ലോട്ടിച്ചൊക്കെ പോയി അല്ലേ അതെ ആണോ പാക്കറ്റ് വെച്ച് കണ്ടുപിടിക്കുന്നു. ആ ലോട്ടിച്ചൊക്കെ പോയി ഇല്ല ഇത് പാക്കുകള് അവക്ക് കയറിയിട്ടില്ല. ലോട്ടിച്ചൊക്കെ പോയി again favorite എല്ലാരും കഴിക്കി കഴിക്കി കയ്യില് പിടിക്കല്ലേ ഞാൻ പരിമളം ബർത്ത്ഡേ ഗിഫ്റ്റ്. ഒരു മിനിറ്റ് നിക്ക് മാർക്ക് ഞാൻ വീഡിയോ എടുക്കട്ടെ. സഹൃദയരെ കുറച്ച് ഡിലീറ്റ് ചെയ്യട്ടെ. തിരിഞ്ഞു പോയി നിക്കട്ടാ, 2 വാക്ക് ഇതിനെ കുറിച്ച്. നിക്ക് പറയാൻ പറ്റേ, ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അയ്യോ ആന്റി എടുക്കണ്ട, എടുക്ക ലാസ്റ്റ് എടുക്കാം. പുരുഷേട്ടോ ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാൻ തോക്കലുണ്ടാവും താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുകം ലേശം കൂടുതലാണ്. അടിപൊളിയായിരുന്നു. മാപ്പാക്കണം. എന്ത് പറ്റി സാർ? എന്തിനു പറയാ, അവന്റെ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ലടോ. എക്സ്പെക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ എന്തിട്ടാ ദിലീപിന്റെ വീടിന്റെ മുകളിലായിരുന്നു പ്രതീക്ഷ. നിങ്ങൾ ഇവിടെ വെച്ചു. നൈസ്. ഞാൻ വിചാരിച്ചു ആ ഓ ഇങ്ങനെ ഓക്കെ ഇതൊക്കെ ഉണ്ടെന്ന്, പക്ഷെ ദിലീപിന്റെ വീടിന്റെ മുകളിലാന്ന് പ്രതീക്ഷ. പിന്നെ 26 ഗിഫ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചില്ല. പിന്നെ ആന്റി വരുന്നു വിചാരിച്ചില്ല. ആ ഇവിടെ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ കണ്ടില്ല ഫസ്റ്റ് നമ്മളെ ഇതിലിങ്ങനെ കൊച്ചു നിക്കണ പോലെ നിക്കണ്ടായിരുന്നു. പിന്നെ യദുവാണ് എന്നെ ഇവിടെ ചായ കുടിക്കാത്ത മനുഷ്യനാ, ഒരു ചായ കുടിക്കുള്ളൂ. ഓക്കെ അതല്ല, കൊറേ കഥകളുണ്ട് വേറെ, അത് വേറെ പറയുന്നത്. 26 ഗിഫ്റ്റ് 1 മാസത്തിനുള്ള തിന്നാനായിട്ടുണ്ട്. ചായ കുടി ഭാഗ്യം 12 മണി കാലത്ത് പറയണ്ടിരുന്നു. അല്ലെങ്കിൽ 10 ചായ 20 ജിതിന് പറയണം. രണ്ട് പോപ്പറും പൊട്ടിച്ച ഞാനാണ്. അപ്പൊ എന്താ പറയാ, അത് എന്താ പറയാ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട് സക്സസ് ആവാണ്ട് പോയത്. പക്ഷെ ഞാൻ സക്സസ് ആയിട്ട് പൊട്ടിച്ചു. അതിഗംഭീരമായ ഒരു ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവന് 26 വയസ്സായിട്ട് ഇന്നത്തോടുകൂടി. അത് കഥ. ഇനി അടുത്തത് ഷിൽജിക്ക് പറയാനുള്ളത്. ഷിൽജി നമ്മൾ 26 ഗിഫ്റ്റ് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവന് എന്തൊക്കെയായിരിക്കും ഗിഫ്റ്റ് കിട്ടാന്നുള്ള എക്സ്പെക്ടേഷൻ വന്നുകൊണ്ടാണ് നമുക്ക് പ്ലാൻ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്തേട്ടാ. അപ്പൊ നമുക്ക് ലാസ്റ്റുള്ള ആ ഗിഫ്റ്റ്സ് ആണ്. അവൻ എക്സ്പെക്ട് ചെയ്ത ഗിഫ്റ്റ് എന്ന് പറയില്ല, 2-3 കേട്ടോ. ആ സംഭവം കിട്ടുമ്പോൾ അവന്റെ ആ ഒരു എക്സ്പ്രഷനൊക്കെ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അതിന്റെ കോർഡിനേറ്റർ കാണുന്നല്ലോ. എല്ലാം ചോദിച്ചത് എങ്ങനെ ഭംഗിയുണ്ട്. അപ്പൊ പിന്നെ അവന് മനസ്സിലാവില്ലേ. ഞാൻ കൊണ്ടുപോകാൻ ഞാൻ കൊണ്ടു ഇത്ര ചെറുത്.
അത് ഡിസൈനർ ചോദിക്കടി ഇത് വേണോ നോക്കാണ്ട് കേസ് നോക്കി കഴിഞ്ഞ പിന്നെ കേസല്ല. മനസ്സ് നിറഞ്ഞു. ബനാന ക്ലബ് ആണ് ആൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നുണ്ട്. നാളെ കല്ലടേക്ക് ഒരു പോക്കുണ്ട്. നാളെ വാച്ച് ഷൂസ് പറഞ്ഞോ സംഭവം ഇപ്പഴാന്നോ സംഭവം എനിക്ക് തുറന്നോ ഏതായിരിക്കും കളറ്? യെല്ലോ ഒക്കെ നല്ല പൈസ ഉള്ളതാണ്. ഞാൻ എന്ത് യെല്ലോ പഠിച്ചത് അപ്പൊ വർത്തനത്തിനറിയാം മാഞ്ഞിട്ട് വിളിക്കൂ. അതെ ആണോ പറയുമ്പോ മനസ്സിലായി. മഞ്ഞക്കിളി നീ ഒരു കാര്യം പറയട്ടെ, ഈ സാധനം കാത്തിട്ട് വെച്ചേ ഞാൻ വൈറ്റിന് മാച്ചായിട്ട് പഠിച്ചത് ഓർമ്മയില്ല. പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. അതൊക്കെ ഞാൻ വൃത്തിയാക്കാം. അതിന്റെ എന്റെ മുഖത്ത് കാണിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എല്ലാം നടന്നിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ് യു. എല്ലാവർക്കും അപ്പൊ താങ്ക് യു കേട്ടോ. അപ്പൊ ഒന്നും കൂടെ മിനിമനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ.